ഗായ്സ് വെൽക്കം ടു മെഡ്ഹെഡ് ഹബ്. അപ്പം നമ്മൾ നോക്കാൻ പോകുന്ന ക്ലിനിക്കൽ ഫാർമസിയിലെ കുറച്ച് ഡിസീസ് ഒക്കെയാണ് കേട്ടോ. സോ അധികം അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടില്ല. എൻ്റെ കോസേറ്റീവ് ഓർഗൻ അല്ലെങ്കിൽ എങ്ങനെയാണ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, അതൊക്കെയാണ് കൂടുതലും ചോദിച്ച് കണ്ടിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിയേണ്ടത് TB ആണ്, ട്യൂബർക്ലോസിസ് ആണ്. സോ ട്യൂബർക്ലോസിസ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പൾമണറി ഡിസീസ് ആണ്, അല്ലെങ്കിൽ ക്രോണിക് ആണ്. സോ ബേസിക്കലി പൾമണറിയും ഉണ്ട്, എക്സ്ട്രാ പൾമണറിയും ഉണ്ട്. പൾമണറി വെച്ചാൽ ലങ്സിനെ ബാധിക്കുന്നതും, എക്സ്ട്രാ പൾമണറി എന്ന് വെച്ചാൽ നമ്മുടെ നഖവും മുടിയും ഒഴികെ ബാക്കി എല്ലാ ഭാഗങ്ങളിലും ബാധിക്കുന്നതാണ് എക്സ്ട്രാ പൾമണറി കോസേറ്റീവ് ഓർഗാനിസം മൈക്കോബാക്ടീരിയം ട്യൂബർക്കുൾ അല്ലെങ്കിൽ ട്യൂബർക്കുലോസിസ് ആണ്. സോ WHO എസ്റ്റിമേറ്റ് ചെയ്യുന്നത് വേൾഡ് വൈഡിൽ 8.7 മില്യൺ ന്യൂ കേസസുകൾ ഉണ്ടെന്നും 1.4 മില്യൺ ഡെത്ത് ഓരോ വർഷവും ഉണ്ടെന്നാണ്. ഈ കണക്കുകൾ മാറിയും തിരിഞ്ഞും കൊണ്ടിരിക്കാറുണ്ട്. സോ TB എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് വിത്ത് HIV. സോ TB ഉള്ള പേഷ്യൻസ് നമ്മൾ HIV ഒക്കെ നോക്കാറുണ്ട്. സോ ഇൻ്റഗ്രേറ്റ് പ്രോഗ്രാം എന്നൊക്കെ വേണമെങ്കിൽ നമ്മൾ പറയാം. സോ ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അറിയാം ഇമ്മ്യൂണിറ്റി കോംപ്രമൈസ് ആവുന്ന പേഷ്യൻസിനാണ് ഏറ്റവും കൂടുതൽ TB കാണാറുള്ളത്. ഡയബറ്റീസ്, അങ്ങനെ ഹാർട്ട് പ്രോബ്ലം, പിന്നെ പ്രായമായ ആൾക്കാരിലൊക്കെയാണ് കാണാറുള്ളത്. പിന്നെ അത് മാത്രമല്ല മൈഗ്രൻസ്, നമ്മുടെ ഇവിടെയൊക്കെ നമ്മുടെ കേരളത്തിൽ നോക്കുവാണെങ്കിൽ ഹിന്ദിക്കാരൊക്കെ ഇല്ലേ, ബംഗാളി ഹിന്ദിക്കാർ എന്നൊക്കെ പറയില്ലേ, അവർക്കൊക്കെ ഒരുപാട് തരത്തിൽ TB ഒക്കെ ഉള്ളതായിട്ട് കാണാറുണ്ട്. അവരത് മാത്രമല്ല HIV പോസിറ്റീവായിട്ട് കാണാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ കുറച്ച് അസുഖങ്ങളുടെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. റീനൽ ഫെയിലിയർ, മാൽന്യൂട്രീഷൻ, ആൽക്കഹോളിസം, ഇമ്മ്യൂണോ സപ്രസൻസോ കഴിക്കുന്ന ആൾക്കാരിലും TB കാണാറുണ്ട് എന്നുള്ളതാണ്. സോ ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി എറ്റിയോപാത്തോജനസിസ് ആണ്. സോ ട്രാൻസ്മിഷൻ നടക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ വഴിയാണ്. തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ കൈ ഷേക്ക് ഹാൻഡ് ചെയ്യുമ്പോഴോ, അതായത് ഒരു ദിവസം ഒരാളുടെ കൂടെ നിൽക്കുകയോ അല്ലെങ്കിൽ ഒരു രാത്രി എങ്ങനെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ TB വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് എന്നാണ് കണക്കുകളൊക്കെ പറയുന്നത് കേട്ടോ. ഇനി അത് മാത്രമല്ല നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ നമ്മുടെ TB ബാക്ടീരിയ നമ്മളെ ബോഡിയിലേക്ക് വരികയും ആൽവിയോള വഴി വരികയും അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുക. എപ്പോഴാണോ നമ്മുടെ ബോഡീൻ്റെ ഇമ്മ്യൂണിറ്റി കോംപ്രമൈസ് ആവുന്നത് അപ്പോഴേ ചെയ്യുള്ളൂ. അതുവരെ അതിങ്ങനെ ഉറങ്ങിക്കിടക്കും കേട്ടോ. സോ ഈ ഉറങ്ങിക്കിടക്കുന്നത് നമ്മൾ ലേറ്റന്റ് ട്യൂബർക്ലോസ് ഇൻഫെക്ഷൻ എന്നൊക്കെ പറയും കേട്ടോ. അത് ഇപ്പം നിങ്ങളുടെ ബോഡിയിൽ ബാക്ടീരിയ വന്ന് കിടക്കും. അതിനുശേഷം ഒരു 4, 5, 6 വർഷങ്ങൾക്ക് ശേഷം മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, അത് പുറത്തേക്ക് കാണിക്കുകയുള്ളൂ. നമ്മൾ ലേറ്റന്റ് TB എന്ന് പറയും, അല്ലെങ്കിൽ ലേറ്റന്റ് ട്യൂബർക്ലോസ് ഇൻഫെക്ഷൻ എന്ന് പറയാം കേട്ടോ. സോ അതായത് ഇൻ സം കേസ് ദ ഇമ്മ്യൂൺ റെസ്പോൺസ് ഈസ് ഏബിൾ ടു കണ്ടെയ്ൻ ദ ഇൻഫെക്ഷൻ ആൻഡ് ബാക്ടീരിയ റിമെയിൻ ഡോർമെന്റ് വിത്തിൻ ദ ഗ്രാനുലോമ. കണ്ടോ? സോ അതായത് നമ്മളെ ബോഡിക്കകത്ത് എന്ത് ചെയ്യുന്നു, ആ ഒരു ഈ മൈക്രോ ബാക്ടീരിയ അങ്ങനെ ഉറങ്ങി കിടക്കുകയാണ് ചെയ്യുക. അത് ഡോമിനേറ്റ് ചെയ്യത്തില്ല, അങ്ങനെ ഉറങ്ങി തന്നെ കിടക്കുന്നുണ്ടാവും. അതിനാണ് നമ്മൾ ലേറ്റന്റ് TB ഇൻഫെക്ഷൻ എന്ന് പറയുക കേട്ടോ. സോ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് വായിച്ചു പോവുക, നമ്മൾ കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയാൽ മതി. സോ പിന്നെ ട്യൂബർക്ലോസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ കോമൺ സിംറ്റംസ് എന്തൊക്കെയാണ്? കഫ് വരാം, ഫീവർ വരാം, നൈറ്റ് സ്വെറ്റ് വരാം, വെയിറ്റ് ലോസ് വരാം അല്ലേ. സോ അത് മാത്രം ഞാൻ ഓൾറെഡി പറഞ്ഞു. സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരിലും HIV ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാർ, മൽന്യൂട്രീഷൻ ഉള്ള ആൾക്കാർ, അവരിലൊക്കെ ഈ TB വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് എന്നുള്ളതാണ് കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ ബേസിക്കലി അത് പറയാനായിട്ട്. ഇനി ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ആണ് ക്രോണിക് കഫ്, സ്പൂട്ടം പ്രൊഡക്ഷൻ, വിശപ്പില്ലായ്മ, പിന്നെ അവിടെ വെയിറ്റ് കുറയുക, രാത്രി വേർക്കുക, ഫീവർ വരിക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ് ഉണ്ട്, നമ്മൾ ഓൾറെഡി TBക്ക് അത് പഠിക്കും. റൈപ്സ് എന്ന് പറയും. സോ ഐസോനിയാസിഡ്, റിഫാംബസിൻ, എത്താംപൊയിൽ, പൈറസിനമൈഡ്, സ്ട്രെപ്റ്റോമൈസിൻ ഇപ്പോൾ ഫസ്റ്റ് ലൈനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ സെക്കൻഡ് ലൈൻ ഇഞ്ചക്ടബിൾസിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. സോ സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് ഉണ്ട് അഫ്ലോക്സസിൻ, അമിക്കസിൻ, മോക്സിഫ്ലോക്സാസിൻ, എത്തനോമൈഡ്. പിന്നെ തേർഡ് ലൈൻ ട്രീറ്റ്മെന്റ് ഉണ്ട്, ഇത് ന്യൂവർ റെജിമെന്റ് എന്നാ പറയാം കേട്ടോ. അസ്ട്രോമൈസിൻ, അമോക്സിസിലിൻ, ലിനസോൾഡ്, ഡെലാമിനൈഡ്, ബെഡാക്കുലിൻ പോലുള്ള ഡ്രഗ്സ് ഒക്കെയാണ് അതിന് എക്സാമ്പിൾ വരുന്നത്. സോ ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഓടിച്ച് നോക്കിയാൽ മതി. നമ്മൾ ഓൾറെഡി ഫാർമക്കോളജി പഠിക്കുന്നത്, ഇതിലുള്ള എല്ലാ അസുഖങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫാർമക്കോളജി പഠിക്കും. അപ്പോൾ അതുകൊണ്ട് അത്ര നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട, നമ്മൾ പഠിക്കാത്തത് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പോയാൽ മതി കേട്ടോ. സോ നോൺ ഫാർമക്കോളജിക്കൽ മാനേജ്മെന്റ് നമുക്കറിയാം. നമ്മൾ എന്ത് ചെയ്യുക, മാസ്ക് ധരിക്കുക, ഹാൻഡ് സ്റ്റെറിലൈസ് ചെയ്യുക, പിന്നെ നല്ല ഡയറ്റ് കഴിക്കുക, പിന്നെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വരെങ്കിൽ ഫിസിഷ്യനെ കാണിക്കുക. 7 ദിവസത്തിൽ കൂടുതൽ ചുമ വരികയാണെങ്കിൽ നമ്മൾ കാണിക്കുക. പിന്നെ നമുക്ക് വെയിറ്റ് ലോസ് കുറയുവാണെങ്കിൽ നമ്മൾ കാണിക്കുക. പിന്നെ യോഗ, പ്രാണായാമ, നമ്മുടെ ലങ്സ് മാക്സിമം എന്ത് ചെയ്യുക, നമ്മൾ ഫ്ലെക്സിബിൾ ആക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും നോൺ
ക്ലിനിക്കലിൽ ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഇത് ജസ്റ്റ് വായിച്ച് മാത്രം പോയാൽ മതി. സോ നെക്സ്റ്റ് വൺ ഈസ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണ്. സോ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എല്ലാവർക്കും അറിയാം, ഒരു ക്രോണിക് ഇൻഫ്ലമേറ്ററി ഡിസോർഡർ ആണ്. എന്താ ക്രോണിക് ഇൻഫ്ലമേറ്ററി ഡിസോർഡർ ആണ് ഓഫ് ഓട്ടോ ഇമ്മ്യൂൺ ഒറിജിൻ ദാറ്റ് മേ അഫക്ട് മെനി ടിഷ്യൂ ആൻഡ് ഓർഗൻ ലൈക്ക് ബേസിക്കലി ജോയിൻസ് ഒക്കെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ജോയിൻസ് ഒക്കെ ഭയങ്കര പെയിൻ ആയിരിക്കും. ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഒറിജിൻ ആണ്. സോ ക്രോണിക് ഇൻഫ്ലമേറ്ററി ഡിസോർഡർ ആണ് കേട്ടോ. സോ ബേസിക്കലി റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നമുക്ക് നമ്മുടെ കാർട്ടിലേജ് അല്ലെങ്കിൽ ആംഗ്ലോസസ് ഒക്കെ ജോയിൻസും ഒക്കെ എന്ത് ചെയ്യും, ഡിസ്ട്രക്ഷൻ സംഭവിക്കുക, അല്ല ഡാമേജ് സംഭവിക്കുക എന്നുള്ളതാണ്. സോ അത് മാത്രമല്ല എക്സ്ട്രാ ആർട്ടിക്കുലർ ലീഷൻസ് ഉണ്ടാവാറുണ്ട്. സ്കിന്ന്, ഹാർട്ട്, ബ്ലഡ് വെസൽ, ലങ്സിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, എക്സ്ട്രാ ആർട്ടിക്കുലർ ലീഷൻസ് ഉണ്ടാവാറുണ്ട്. നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ജോയിൻസ് ഒക്കെ തന്നെയാണ്. നമുക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും, നടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ലിഗമെന്റിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരിക, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുക അല്ലേ. സോ അത് മാത്രമല്ല ഇതൊരു സിസ്റ്റമിക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ പോലെ തന്നെയാണ് ഇതിന്റെ സെയിം ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ വരിക. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ കാണുമ്പം നമ്മൾ ഫസ്റ്റ് സസ്പെക്ട് ചെയ്യുന്ന എന്തായിരിക്കും, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണോ അല്ലയോ എന്നാണ് നമ്മൾ ആദ്യം നോക്കുക. അതിനുശേഷം മാത്രമേ ബാക്കി എന്തും നമ്മൾ തീരുമാനിക്കുകയുള്ളൂ. അപ്പം ഞാൻ എന്തൊക്കെ പറഞ്ഞത്, ക്രോണിക് ഇൻഫ്ലമേറ്ററി ഡിസോർഡർ ആണ്, ഓട്ടോ ഇമ്മ്യൂൺ ഒറിജിൻ തന്നെയാണ്. സോ ജോയിൻസിനെയൊക്കെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. സോ നോൺ സപ്രസീവ് പ്രോളിഫറേഷൻ ഉണ്ട്, ഇൻഫ്ലമേറ്ററി സൈനോവൈറ്റിസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇനി അത് മാത്രമല്ല ജോയിൻസ് ആംഗ്ലോസിലൊക്കെ ഡിസ്ട്രക്ഷൻ ഉണ്ടാവാറുണ്ട്. പിന്നെ അത് മാത്രമല്ല എക്സ്ട്രാ ആർട്ടിക്കുലർ ലീഷൻസ് ഉണ്ടാവാറുണ്ട്, സ്കിന്ന്, ഹാർട്ട്, ബ്ലഡ് വെസൽ, ലങ്സിലൊക്കെ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. സോ എറ്റിയോപാത്തോജിനസ് പറയുവാണെങ്കിൽ ഇമ്മ്യൂണോളജിക്കൽ ഫാക്ടർ ആണ് ഫസ്റ്റ് വൺ പറയാനുള്ളത്. അസ് ഇൻ അവർ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ജെനറ്റിക് പ്രീ ഡിസ്പോസിഷൻ ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടർ കോൺട്രിബ്യൂട്ട് ടു ഡെവലപ്മെന്റ്, പ്രോഗ്രഷൻ ആൻഡ് ക്രോണിസിറ്റി ഓഫ് ഡിസീസ്. അതായത് നമ്മുടെ ജെനറ്റിക്സ് അല്ലെങ്കിൽ നമ്മൾ ഏത് എൻവയോൺമെന്റിലാണോ നമ്മൾ എക്സ്പോസ് ആവുന്നത്, ഇതുമൊക്കെ ആയിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുക, ഈ അസുഖം ബന്ധപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അസുഖത്തിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് അതുമായിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുക കേട്ടോ. സോ ഇതിന്റെ പത്തോളജിക്കൽ ചേഞ്ചസ് പറയുവാണെങ്കിൽ ആന്റിബോഡീസ് തന്നെയാണ്, ആന്റിബോഡീസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണേ. അത് സെൽഫ് ആന്റിജൻ, അതായത് എന്താണ്, ആന്റിബോഡി എഗെയിൻസ്റ്റ് സെൽഫ് ആന്റിജനുമായിട്ടാണ് മീഡിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ് ആന്റിബോഡി എഗെയിൻസ്റ്റ് സെൽഫ് ആന്റിജൻ, അതായത് നമ്മളെ ബോഡിനെ തന്നെ നമ്മൾ നശിപ്പിക്കുന്നു എന്നൊരു പരിപാടി തന്നെ കേട്ടോ. ആൻഡ് സൈറ്റോകൈൻ മീഡിയേറ്റ് ഇൻഫ്ലമേറ്ററി. സോ സൈറ്റോകിൻ മീഡിയേറ്റ് ഇൻഫ്ലമേറ്ററിയും ആന്റിബോഡി അഗെയിൻസ്റ്റ് സെൽഫ് ആന്റിജനുമാണ് ബന്ധപ്പെട്ടുള്ളത്. പ്രീഡോമിനന്റ്ലി സെക്രീറ്റ് ബൈ CD4 സെൽസ്. സോ CD4 സെൽസിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന സൈറ്റോകിൻ മീഡിയേറ്റ് ഇൻഫ്ലമേറ്ററിയും പിന്നെ എന്താണ് ആന്റിബോഡി അഗെയിൻസ്റ്റ് സെൽഫ് ആന്റിജനുമാണ്. ഈ രണ്ട് മീഡിയേറ്ററുമായിട്ടാണ് നമ്മളെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസ്ട്രക്ഷൻ ഉണ്ടാവുന്നു എന്നുള്ളതാണ് കേട്ടോ. ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. സോ ഇത് ജസ്റ്റ് ഒരു പിക്ചറൽ റെപ്രസെന്റേഷൻ ആണ് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യമൊന്നുമല്ല, ജസ്റ്റ് നോക്കി വെച്ചിരുന്നാൽ മതി. സോ നെക്സ്റ്റ് മേജർ പ്രോസസ് ഇൻവോൾവ് ഇൻ ദ പാത്തോജനസ് ഓഫ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണ്. ഒന്ന് ഹോർമോണൽ ഫാക്ടേഴ്സ് ആണ്. സോ സെക്സ് ഹോർമോൺസ് ഒക്കെ നമ്മുടെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് ഒരുപാട് രീതിയിൽ നമുക്ക് പ്ലേ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഫീമെയിൽസിലാണ് ഇപ്പോൾ ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഏറ്റവും കൂടുതൽ കാണാറുള്ളത്. പിന്നെ അത് മാത്രമല്ല പ്രഗ്നൻസി സമയത്ത് അമ്യൂലറേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. സോ പോസ്റ്റ് പാർട്ടം പീരീഡ്, പിന്നെ എന്താണ് വിമൻസിലാണെങ്കിൽ ഓറൽ കോൺട്രസെപ്റ്റീവ് എടുക്കുന്ന ആൾക്കാർ. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഈ ഹോർമോണൽ ഫാക്ടേഴ്സിനെ, നമ്മുടെ ബോഡിയിലെ ഹോർമോൺസിനെ ഏതെങ്കിലും തരത്തിൽ ട്രിഗർ ചെയ്യുകയോ അല്ലെങ്കിൽ നോർമൽ ഹോർമോണൽ പ്രോസസ്സിനെ ഏതെങ്കിലും തരത്തിലൊരു ഇന്റർഫിയറൻസ് ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ അതർ ഫാക്ടേഴ്സ് സ്മോക്കിങ് അതൊക്കെ തന്നെയാണ്. പിന്നെ വൈറ്റമിൻ D ഡെഫിഷ്യൻസി, പിന്നെ പ്രത്യേകിച്ച് നോൺ സ്മോക്കേഴ്സിലൊക്കെ ലൈക്ക് ബേസിക്കലി നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ സ്മോക്കേഴ്സിലും നോൺ സ്മോക്കേഴ്സിലും ഒക്കെ ഹൈലി റിസ്ക് ആയിട്ടുള്ള പോപ്പുലേഷൻ ഉണ്ട്. പക്ഷേ സ്മോക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്കും നോൺ ജനറ്റിക് റിസ്ക് ഉള്ള ആൾക്കാരിലും ഏറ്റവും കൂടുതലായിട്ട് കാണാറുണ്ട് എന്നുള്ളത് തന്നെയാണ് കേട്ടോ. സോ സ്മോക്കിംഗ് ഈസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് നോൺ ജനറ്റിക് റിസ്ക് വിത്ത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ബീയിങ് അപ് ടു 3 times more common in smokers than non smokers. സോ നോൺ സ്മോക്കേഴ്സിൽ കാണും, സ്മോക്കേഴ്സിലാണ് ഏറ്റവും കൂടുതൽ 3 മടങ്ങ് കൂടുതലായിട്ട് കാണുക എന്നുള്ളതാണ്. ഇനി ആണുങ്ങളിൽ ആൻഡ് വൈറ്റമിൻ D ഡെഫിഷ്യൻസി ഒരു കോമൺ ഫാക്ടർ തന്നെയാണ് എന്നുള്ളതാണ്. ഇനി ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ പറയാം. സിസ്റ്റമിക് ലംസ് ഉണ്ടാവുക, പിന്നെ സ്റ്റിഫ്നെസ്, പിന്നെ ജോയിന്റ് സ്വെല്ല് ചെയ്യുക, പിന്നെ റെഡ്നെസ് ഫീൽ ചെയ്യുക, പിന്നെ മസിൽ അനങ്ങാതിരിക്കുക, പിന്നെ വിശപ്പില്ലായ്മ, വെയിറ്റ് കുറയുക, പിന്നെ ഫീവർ, ന്യൂറോളജിക്കൽ ഡിസോർഡർ. സോ ബേസിക്കലി നമ്മൾ ഇച്ചിരി ഫാസ്റ്റ് ആയിട്ട് പോകുന്നത് കാര്യം ഇതിലുള്ള പല അസുഖങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്, ഫാർമക്കോളജിയിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. കുറച്ച് ഫാസ്റ്റ് ആയിട്ടായിരിക്കും പോകണ്ടാവുക. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ്
ക്ലാസ്സിന് ശേഷം നോട്ട് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതുള്ള മെയിൻ പോയിന്റ്സ് മാത്രം നോക്കിയാൽ മതി. ഫാർമക്കോളജിക്കൽ മാനേജ്മെന്റ് ഉണ്ട്. സോ നമുക്കത് ക്ലിനിക്കൽ ആവശ്യമില്ല. കുറച്ച് അഡ്ജുവൻ ഡ്രഗ്സുകൾ പറയുന്നുണ്ട്. സോ ഡൈസറീന്, ഒർണോഫൈൻ ഒക്കെ എക്സാമ്പിൾ, ഗോൾഡ് സോഡിയം തയോമാലൈറ്റ് ഒക്കെ പറയുന്നുണ്ട്. പിന്നെ DMA RDS ഡിസീസ് മോഡിഫൈങ് ആന്റി ഡയോററ്റിക് ഡ്രഗ്സ് ഉണ്ട്. അത് ബയോളജിക്കൽ ഏജൻസിലെ TNF ആൽഫ ഇൻഹിബിറ്റർ, എറ്റൻസെപ്പേറ്റ് ആൻഡ് ഇൻഫ്ലിക്സിമാബ് ഒക്കെയാണ് എക്സാമ്പിൾ. പിന്നെ IL-1 ആന്റഗോണിസ്റ്റ് ഉണ്ട്. ടോക്ലിസുമാബ് ഒക്കെയാണ്. നോൺ ബയോളജിക്കൽ ഏജന്റ് ഉണ്ട്. ക്ലോറോക്വിൻ ഒക്കെ ഉണ്ട്. ആൻഡ് അതർ ഡ്രഗ്സ് ബാസിലമൈൻ ആൻഡ് ഉപ്പാഡക്റ്റിനബ് ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. ഈ നോൺ ഫാർമക്കോളജിക്കൽ മാനേജ്മെന്റ്, ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് കേട്ടോ. സോ ബേസിക്കലി ഡയറ്റ് ഫോളോ ചെയ്യുക. ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ഹോം റെമഡീസ്, അലോപ്പത്തിക് റെമഡീസ് ഒക്കെ ഉണ്ടെങ്കിൽ, ആയുർവേദിക് മെഡിസിൻ ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കുക എന്നുള്ളതാണ്. യോഗ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ പെയിൻ കണ്ടീഷനൊക്കെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക, ഹീറ്റ് കോൾഡ് മാനേജ്മെന്റ് ഒക്കെ ചെയ്യാറില്ല, നമ്മൾ അതിൻ്റെ ആവിയൊക്കെ പിടിക്കാറില്ലേ, ആ പരിപാടിയൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ സ്മോക്കിംഗ്, ആൽക്കഹോളിസം ഒക്കെ കുറയ്ക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ഹോർമോണിനെ ഒന്നും ബാധിക്കാത്ത തരത്തിലുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും എടുക്കാൻ ശ്രമിക്കുക. കൂടുതലും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഒക്കെ മാക്സിമം വരുത്താതെ ഇരിക്കുക എന്നുള്ളതാണ് കേട്ടോ. സോ ഇതിൽ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത്? സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞു എന്താണ് ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറഞ്ഞല്ലേ, ഓട്ടോ ഇമ്മ്യൂൺ ഒറിജിൻ ആണെന്ന് പറഞ്ഞു. ഇൻഫ്ലമേറ്ററി ഡിസോർഡർ പറഞ്ഞു. ജോയിൻസിന് അറ്റാക്ക് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. പിന്നെ സ്കിന്ന്, ഹാർട്ട്, ബ്ലഡ് വെസൽ, ലങ്സിനെയൊക്കെ ബാധിക്കാം. എക്സ്ട്രാ ആർട്ടിക്കുലർ ലീഷൻസ് ഉണ്ടാവാറുണ്ട്. സോ ബേസിക്കലി വേറെ എന്താ ഞാൻ പറഞ്ഞത്? പിന്നെ പറഞ്ഞത് ആന്റിബോഡി അഗെയിൻസ്റ്റ് സെൽഫ് ആന്റിജനും സൈറ്റോകിൻ മീഡിയേറ്റ് ഇൻഫ്ലമേറ്ററി ആണെന്ന് പറഞ്ഞു. ബേസിക്കലി CD4 സെൽസിൽ നിന്ന് ഉണ്ടാവുന്നതാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ. സോ ഒരു ജനറ്റിക് പ്രീ ഡിസ്പോസിഷൻ അല്ലെങ്കിൽ എൻവോൺമെന്റ് അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്നുള്ളത് ഞാൻ പറഞ്ഞു. സോ ഹോർമോൺ ഫാക്ടേഴ്സ്, അതർ ഫാക്ടറിലേക്ക് സ്മോക്കിംഗ് ഒക്കെ ഒരു പ്രശ്നം തന്നെയാണ്. വൈറ്റമിൻ D ഡെഫിഷ്യൻസി പ്രശ്നം തന്നെയാണ്. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ പറഞ്ഞു. ഫാർമക്കോളജിക്കൽ മാനേജ്മെന്റ് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല. നോൺ ഫാർമക്കോളജിക്കൽ മാനേജ്മെന്റ് ഡയറ്റ് നോക്കുക, ലൈഫ് സ്റ്റൈല്, പിന്നെ സ്മോക്കിംഗ് ഒഴിവാക്കുക, പിന്നെ പെയിൻ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതിനുള്ള മാനേജ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് പെപ്റ്റിക് അൾസർ ആണ്. സോ പെപ്റ്റിക് അൾസർ നല്ലതുപോലെ ഫാർമക്കോളജി പഠിക്കും. സോ നമുക്ക് ഇവിടെ ജസ്റ്റ് നമുക്ക് ഓടിച്ചു നോക്കാം. സോ ബേസിക്കലി പെപ്റ്റിക് അൾസർ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, നമ്മുടെ അൾസറേഷൻ ആണ് അല്ലെ, മ്യൂക്കോസൽ അൾസറേഷൻ തന്നെയാണ്. ഒന്നെങ്കിൽ NSAID കാരണമോ അല്ലെങ്കിൽ ഹെലിക്കോബാക്ടർ പൈലോറി ഇൻഫെക്ഷൻ കാരണമൊക്കെ ആയിരിക്കും നോർമലി വരിക. ഇല്ലെങ്കിൽ സിഗരറ്റ് സ്മോക്കിംഗ് ആകാം അല്ലെ. സോ ഹെലിക്കോബാക്ടർ പൈലോറി ഇൻഫെക്ഷൻ കാരണമോ NSAID കാരണമോ അല്ലെങ്കിൽ സിഗരറ്റ് കാരണമോ ആയിരിക്കും ഉണ്ടാവുക. സോ ബേസിക്കലി എന്താണ്, നമ്മുടെ ഗ്യാസ്ട്രിക് ലൈനിനൊക്കെ ഡിസ്ട്രക്ഷൻ ഉണ്ടാവുകയാണ് ചെയ്യല്. മ്യൂക്കോസൽ അൾസറേഷൻ എന്ന് പറയുന്നത് തന്നെ ബേസിക്കലി നമ്മുടെ GIT-ന്റെ ട്രാക്റ്റിനൊക്കെ ഡിസ്ട്രക്ഷൻ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. സോ ബേസിക്കലി ഈ പെപ്റ്റിക് അൾസർ ഡിസീസിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, അതായത് നമ്മളെ ബോഡിയിലേക്ക് ഡയറക്ട്ലി എന്ത് ചെയ്യുന്നു, അൾസേഴ്സ് ഫോം ചെയ്യുന്നു. അതായത് നമ്മുടെ ഫുഡ് പൈപ്പിലേക്ക് എന്ത് ചെയ്യുന്നു, ഡയറക്ട്ലി എന്ത് ചെയ്യുന്നു, അൾസേഴ്സ് ഫോം ചെയ്യുന്നു. അവിടെ നമുക്കൊരു എരിച്ചിലും പുകച്ചിലും ഒക്കെ വരുന്നു എന്നുള്ളതാണ്. സോ ദ PUD ജനറലി ഡെവലപ്പ് ഓൺ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ക്രോണിക് ഗാസ്ട്രൈറ്റിസ്. Gastric peptic ulcer are predominantly located along the lesser curvature near the interface of the body and atrium. സോ നമ്മളെ ബോഡിയിലുള്ള ലെസ്സർ കർവേച്ചറിലും പിന്നെ ആൻഡ്രമിലുമാണ് ഏറ്റവും കൂടുതലായിട്ട് പെപ്റ്റിക് അൾസർ കണ്ടുവരാറുള്ളത്. സോ ഇതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, അനോട്ടമിക്കലി ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. സോ പെപ്റ്റിക് അൾസർ എന്ത് ചെയ്യാറുണ്ട്, 80% ഓഫ് പേഷ്യന്റിൽ കൂടുതലായിട്ട് കാണാറുണ്ട് എന്നുള്ളതാണ് കേട്ടോ. സോ ഇനി എറ്റിയോപാത്തോജനസിസ് ആണ്. സോ ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ബോഡിയിൽ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. സോ ആ ഒരു സമയത്ത് നമ്മുടെ ബോഡിയിൽ മ്യൂക്കസ് ഉണ്ട് അല്ല, അത് ഡിഫൻസ് സിസ്റ്റം ആണ്. സോ ബേസിക്കലി H. പൈലോറി ബാക്ടീരിയ പോലുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോസ് കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ മ്യൂക്കോസൽ മെംബ്രെയിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നു അല്ലെങ്കിൽ ഒരു ഡിസ്ട്രക്ഷൻ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അത് കാരണം ഡയറക്ട്ലി ആസിഡ് വന്ന് അറ്റാക്ക് ആവുകയും അവിടെ അൾസേഴ്സ് ഫോം ചെയ്യുകയും പിന്നെ ഫർദർലി എന്ത് ചെയ്യുന്നു, കൂടി 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 അത് ബുദ്ധിമുട്ടാക്കി വരികയാണ് ചെയ്യുക അല്ലെ. സോ ഹെലിക്കോ പൈലോറി ഇസ് ദ റൂട്ട് ക്യാൻ ബി നമ്പർ ഓഫ് ദി ഫോം ഓഫ് ആസിഡ് പെപ്റ്റിക് ഡിസീസ് ഇൻക്ലൂഡിംഗ് ഡിയോഡൽ അൾസർ, ഗ്യാസ്ട്രിക് അൾസർ ഉണ്ടാവാം, ഗ്യാസ്ട്രൈറ്റിസ്. സോ ബേസിക്കലി ഹെലിക്കോ ബാക്ടീരിയ കാരണം ഡിയോഡൽ അൾസറോ ഗ്യാസ്ട്രിക് അൾസറോ ഗ്യാസ്ട്രൈറ്റിസ് ഒക്കെ ഉണ്ടാകാം. സോ ഇറ്റ് ക്യാൻ കോസ് ആസിഡ് പെപ്റ്റിക് ഡിസീസ് ബൈ മൾട്ടിപ്പിൾ മെക്കാനിസം ഇൻക്ലൂഡിംഗ് direct alteration of signal transduction in mucosal and immune cell, which turn can increase acid secretion and diminish mucosal defense. So basically ഇങ്ങനെ ഒരു കണ്ടീഷനിൽ, അതായത് നമ്മളെ ഈ ഒരു അൾസേഴ്സ് ഫോം ചെയ്യുമ്പം നമ്മളെ ബോഡി തന്നെ പറയും ആസിഡ് കൂട്ടുക ആൻഡ് മ്യൂക്കോസൽ ബാരിയറിന്റെ സ്ട്രെങ്ത് കുറയ്ക്കാൻ പറയും. അതായത് ഇപ്പൊ നമ്മുടെ സ്റ്റൊമക്കിനകത്ത് ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ
ആസിഡ് വന്നുകൊണ്ടിരിക്കുക, ആസിഡ് സെക്രറ്റ് ആയിക്കൊണ്ടിരിക്കുക, അതേപോലെ നമ്മുടെ പ്രൊട്ടക്ഷനായ മ്യൂക്കോസിൽ ഡിസ്ട്രക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുക. രണ്ടും കൂടെ നടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? പെട്ടെന്ന് തന്നെ നമുക്ക് പണി കിട്ടും എന്നുള്ളതാണ് കേട്ടോ. സോ ബേസിക്കലി ഈ PUD അല്ലെങ്കിൽ പെപ്റ്റിക് അൾസർ ഡിസോർഡർ അല്ലെങ്കിൽ ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ ഡിയോഡിനത്തിനെയൊക്കെ നമ്മളെ ബാധിക്കുന്ന കേസ് തന്നെയാണ്. സോ നമുക്കറിയാം നമ്മുടെ ഒരു ഫുഡിൻ്റെ ഒരു ലോങ് ചെയിൻ ആണല്ലേ. ഈ ലോങ് ചെയിനിലൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു? ഈ അൾസേഴ്സ് വരികയും നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കൊക്കെ മാറുകയാണ് ചെയ്യുക. സോ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ പറയുവാണെങ്കിൽ നമുക്കൊരു വേദന, എരിച്ചിൽ, അയൺ ഡെഫിഷ്യൻസി, അനീമിയ, പിന്നെ ഹെമറേജ്, പിന്നെ ബ്ലഡ് വൊമിറ്റ് ചെയ്യുക, പിന്നെ അതുപോലെ സ്റ്റൂൾസിലൊക്കെ എന്ത് ചെയ്യുക? ബ്ലഡ് കാണുക ആൻഡ് ഇൻഫെക്ഷൻസ് ഫോം ചെയ്യുക എന്നുള്ളതാണ്. സോ ഫാർമക്കോളജിക്കൽ മാനേജ്മെന്റ് പ്രോസ്റ്റാഗ്ലാൻഡിൻ H2 റിസപ്റ്റർ ആന്റഗോണിസ്റ്റ്, പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ്, ആന്റി കോളിനർജിക്സ് ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ്. നോൺ ഫാർമക്കോളജിക്കൽ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ നമ്മൾ റെഗുലർലി ഫുഡ് കഴിക്കുക, നമുക്ക് ഉണ്ടാവുന്ന ആസിഡിനെ പ്രോപ്പർ യൂട്ടിലൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എരിച്ചിലും പുകച്ചിലും കാണുകയാണെങ്കിൽ ഡോക്ടറിനെ എത്രയും പെട്ടെന്ന് കാണുക. പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കാര്യങ്ങൾ ചെയ്യുക, എക്സസൈസ് ചെയ്യുക, ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തുക, വാം വാട്ടർ കഴിക്കുക, ഇലക്ട്രോലൈറ്റ് ബാലൻസ് നമ്മൾ കറക്റ്റ് ആയിരിക്കണം. പിന്നെ നമ്മൾ സ്പൈസി ഫുഡ് കഴിക്കരുത്, സ്മോക്കിംഗ്, ആൽക്കഹോളിക് കൺസപ്ഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞേ? ഒന്ന് ഹെലിക്കോബാക്ടീരിയൽ കാരണമോ അല്ലെങ്കിൽ NSAID കാരണമോ ഒക്കെ ആയിരിക്കും നമുക്ക് നോർമലി ഉണ്ടാവുക. സോ അൾസേഴ്സ് ഫോം ചെയ്യുന്നു. നമ്മുടെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ ഒരു കർവേച്ചറിലോ അല്ലെങ്കിൽ ബേസിക്കലി കർവേച്ചറിലാണ് ഏറ്റവും കൂടുതൽ കാണാൻ ഞാൻ പറഞ്ഞു. സോ അവിടെ എന്ത് ചെയ്യുന്നു? ഡിസ്ട്രക്ഷൻ ചെയ്യുന്നു. സോ മ്യൂക്കോസൽ ബാരർ നശിപ്പിക്കുകയാണ് ചെയ്യേണ്ടാവുക. സോ ഇങ്ങനെയുള്ള ഒരു അൾസേഴ്സ് ഫോം ചെയ്യുമ്പോൾ നമ്മളെ ബോഡി മെക്കാനിക്സിൽ എന്ത് ചെയ്യുന്നു? അതായത് പറയുന്നു കൂടുതൽ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറയുന്നു. അങ്ങനെ മ്യൂക്കോസൽ ഡിഫൻസ് സിസ്റ്റം ഇല്ലാണ്ടാകുന്നു. ഫർദർലി പെപ്റ്റിക് അൾസർ ഫോം ചെയ്യുന്നു. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ളൊരു മെക്കാനിസം എന്ന് പറഞ്ഞാൽ. സോ നമുക്ക് നെക്സ്റ്റ് നമ്മൾ എന്ത് പറഞ്ഞു? ഡ്രഗ്സിന്റെ കാര്യം നമ്മളെല്ലാം പറഞ്ഞു. പിന്നെ ആന്റിബയോട്ടിക്സ് കൊടുക്കാട്ടോ. ഈ ഹെലിക്കോബാക്ടീരിയൽ ആണെങ്കിൽ ആന്റിബയോട്ടിക്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് മൈൻഡിൽ വെച്ചിരിക്കണം. പിന്നെ ഫാർമക്കോളജിക്കലി ഞാൻ പറയുന്നില്ല, നോൺ ഫാർമക്കോളജിക്കൽ പറയാം. ലൈഫ് സ്റ്റൈൽ ഡിസീസ് മാറ്റുക, സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ കുറയ്ക്കുക, റെഗുലർ എക്സസൈസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് എപ്പിലെപ്സി ആണ്. സോ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. സോ എപ്പിലെപ്സി എന്ന് വെച്ചാൽ ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ്, എല്ലാവർക്കും അറിയാം അല്ലേ. നമുക്ക് അബ്നോർമലി സീച്ചേഴ്സ് ഉണ്ടാവുക എന്നുള്ളതാണ്. സോ നമ്മൾ ഓൾറെഡി എപ്പിലെപ്സി ഒക്കെ നമ്മൾ പഠിച്ചതാണ്. സോ ബേസിക്കലി എപ്പിലെപ്സി എന്ത് ചെയ്യാം? ബ്രെയിൻ ഇഞ്ചുറി, സ്ട്രോക്ക്, ട്രോമ, മാസ് ലീഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. സോ കുഞ്ഞു കുട്ടികളിലൊക്കെ ഒരുപാടൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഈ ഒരു എപ്പിലെപ്സി ഒക്കെ കണ്ടുവരാറുണ്ട്. സോ ഇന്ത്യയിൽ കുറവാണ്, ഔട്ട്സൈഡ് ഇന്ത്യയിലൊക്കെ ഒരുപാട് കുട്ടികളിലൊക്കെ എപ്പിലെപ്സി കുഞ്ഞു കാലങ്ങളിൽ കാണാറുണ്ട് കേട്ടോ. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് എപ്പിലെപ്സി നോക്കാം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ ഈസ് പാർഷ്യൽ അല്ലെങ്കിൽ ഫോക്കൽ സീഷർ. സോ ഇത് അപ്പിയർ ചെയ്യുന്നത് ഒരൊറ്റ ഹെമിസ്ഫിയറിൽ മാത്രമായിരിക്കും. സിംറ്റംസ് എന്ന് പറയുന്നത് ദ മീൻ സിംറ്റം ഓൺലി ഹാപ്പൻ സ്പെസിഫിക് പാർട്ട് ഓർ വൺ സൈഡ് ഓഫ് യുവർ ബോഡി. ഒരു ബോഡീൻ്റെ ഒരു ഭാഗത്ത് മാത്രമായിരിക്കും ഇതിൻ്റെ സിംറ്റംസ് കാണിക്കുക. ബട്ട് ഫോക്കൽ സീഷർ ക്യാൻ സംടൈംസ് സ്പ്രെഡ് ടു ആൻഡ് ബിക്കം ജനറൽ സീഷർ. ഈ ഫോക്കൽ സീഷർ ഒരു സൈഡിൽ നിന്ന് ജനറലൈസ് ആയിട്ട് ഫുൾ ബോഡി വേണമെങ്കിലും കാണിക്കാം എന്നുള്ളതാണ്. സോ സിമ്പിൾ പാർഷ്യൽ സീഷർ വിത്ത് മോട്ടോർ, സെൻസറി അല്ലെങ്കിൽ ഓട്ടോണോമിക് സിംറ്റം, കോംപ്ലക്സ് പാർഷ്യൽ സീഷർ ആൻഡ് പാർഷ്യൽ സീഷർ വിത്ത് സെക്കൻഡറി ജനറലൈസേഷൻ. സോ അത് മാത്രമല്ല എന്ത് ചെയ്യാം? ഇവിടുന്ന് സിമ്പിൾ പാർഷ്യൽ സീഷർ ആകാം, മോട്ടോർ, സെൻസറി അല്ലെങ്കിൽ ഓട്ടോണോമിക് സിംറ്റംസ് കാണിക്കാം, ഇല്ലെങ്കിൽ കോംപ്ലക്സ് പാർഷ്യൽ സീഷർ ആകാം, അല്ലെങ്കിൽ പാർഷ്യൽ സീഷർ വിത്ത് സെക്കൻഡറി ജനറലൈസേഷൻ ആകാം. സോ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ അറിയേണ്ടത് ഈ മേജർ നെയിം മാത്രം പഠിക്കുക, ഇതിന്റെ സബ് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പാർഷ്യൽ അല്ലെങ്കിൽ ഫോക്കൽ സീഷർ ഒരൊറ്റ ഹെമിസ്ഫിയർ മാത്രമാണ്, ഒരു പാർട്ട് മാത്രമാണ്. അത് വേണമെങ്കിൽ ജനറലൈസ്ഡ് ആകാം. ജനറലൈസ് ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഈസ് ജനറലൈസ് സീഷർ ആണ്. സോ ഇത് നമുക്ക് എല്ലാവർക്കും രണ്ട് ഹെമിസ്ഫിയറിലും ബാധിക്കുന്നു എന്നുള്ളതാണ്. സോ കൂടുതലായിട്ട് ആബ്സെന്റ് സീഷർ, ടോണിക് ക്ലോണിക് സീഷർ, പിന്നെ അതർ എന്ന് പറയുമ്പോൾ മയോക്ലോണിക്, ടോണിക് ക്ലോണിക്, അട്ടോണിക് എന്നൊക്കെയാണ് നമ്മൾ പറയുക. സോ ബേസിക്കലി സീഷേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കണം, ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത് ഫാർമക്കോളജി ക്ലിനിക്കലും കൂടെ ഒരുമിച്ച് ബന്ധപ്പെടുത്തിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഏത് ഹെമിസ്ഫിയറിനെ ബാധിക്കുന്നത് അപ്പം മനസ്സിലാക്കണം. പാർഷ്യലിന് പകരം ഫോക്കൽ എന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ കൺഫ്യൂസ്ഡ് ആയി പോകും. നമ്മൾ അങ്ങനെ ഒരു ക്ലിനിക്കൽ നെയിം ഒന്നും യൂസ് ചെയ്യുന്ന ആൾക്കാരല്ല. സോ ഫോക്കൽ എന്ന് പറഞ്ഞാൽ വൺ ഹെമിസ്ഫിയർ, പിന്നെ ജനറലൈസ്ഡ് ആകാറുണ്ട്, സിമ്പിൾ പാർഷ്യൽ, കോംപ്ലക്സ് പാർഷ്യൽ, പാർഷ്യൽ സീഷർ അല്ലെങ്കിൽ സെക്കൻഡറി ജനറലൈസേഷൻ ഉണ്ടാവാറുണ്ട്. ആൻഡ് ജനറലൈസ് സീഷർ, ആബ്സെന്റ് സീഷർ, ട്രോണിക് ക്ലോണിക് സീഷർ, അതർ മൈക്ലോണിക്, ടോണിക് ക്ലോണിക്, അട്ടോണിക് ഒക്കെ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. സോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അധികം ഒന്നും പറയാം. നെക്സ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്നത് എത്തിയോപാത്തോജനസിസ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിയേണ്ടത് നോർമൽ ബ്രെയിൻ ആക്ടിവിറ്റി ആയിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്.
സോ നോർമൽ ന്യൂറോണൽ ആക്ടിവിറ്റി കാണിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ കുറച്ച് ന്യൂറോൺസ് ഉണ്ട്. സോ അവരാണ് ഇൻഫോർമേഷൻസും കമ്മ്യൂണിക്കേഷൻസും ഇലക്ട്രിക് സിഗ്നൽസും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബ്രെയിന് നോൺ സിങ്ക്രണൈസ്ഡ് മാനർ ആയിരിക്കും. ചില ആൾക്കാർ പറയും സിങ്ക്രണൈസ്ഡ് അല്ലേ എന്ന് വിചാരിക്കും, കൺഫ്യൂഷൻ ആകും. അല്ല, നോൺ സിങ്ക്രണൈസ്ഡ് മാനർ ആണ്. സോ ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു, ഒരേ സമയത്ത് ആക്ടിവേറ്റ് ആവുകയും ഇൻഹിബിറ്റ് ആവുകയും നമ്മുടെ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുകയാണ് നോർമൽ ന്യൂറോളജിക്കൽ ആക്ടിവിറ്റിയിൽ കാണിക്കുക. ഓക്കെ അല്ലേ, നോൺ സിങ്ക്രണൈസ്ഡ് ആണ്. ഇനി സീച്ചർ വരുന്ന സമയത്ത് അബ്നോർമലി സിങ്ക്രണൈസ്ഡ് ആയിരിക്കും. എന്ത് ചെയ്യും, ന്യൂറോൺസുകൾ അബ്നോർമലി സിങ്ക്രണൈസ്ഡ് ആയിരിക്കും. അതായത് അവരെന്ത് ചെയ്യും, അബ്നോർമൽ പാറ്റേൺസുകൾ കാണിച്ചു തുടങ്ങും. അബ്നോർമൽ പാറ്റേൺസുകൾ കാണിച്ചു തുടങ്ങും. അത് മാത്രമല്ല, അതാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സീച്ചേഴ്സ് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഞാൻ പറയാൻ പോകുന്നത് എന്താണ് പരോക്സിമൽ ഡീപോളറൈസിങ് ഷിഫ്റ്റ് എന്നാ പറയാൻ പോകുന്നത്. സോ പരോക്സിമൽ ഡീപോളറൈസിങ് ഷിഫ്റ്റ് എന്ന് വെച്ചാൽ നമ്മളെ ബോഡിയിൽ അബ്നോർമൽ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഉണ്ടാവുകയും അത് കാരണം സീച്ചർ ഉണ്ടാവുകയും അല്ലെങ്കിൽ സഡൻ ആയിട്ട് ഇലക്ട്രിക് ചേഞ്ചസുകൾ ന്യൂറോണിൽ കാണുകയും അങ്ങനെ നമ്മുടെ എന്താണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ അബ്നോർമൽ സിങ്ക്രണൈസേഷൻ ഉണ്ടാവുകയും നമ്മളെ ബോഡി ട്രിഗർ ആവുകയും എപ്പിലെപ്സി ഉണ്ടാവുന്നതിനാണ് പരോക്സിമൽ ഡീപോളറൈസിങ് ഷിഫ്റ്റ് എന്ന് പറയാം. സോ അതുകൊണ്ട് തന്നെ പരോക്സിമൽ ഡീപോളറൈസിങ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കുക. അതെന്താണ്, അബ്നോർമൽ ആയിട്ട് സിങ്ക്രണൈസ്ഡ് മാനറിൽ പാറ്റേൺ ഫോളോ ചെയ്യുന്നത് കൊണ്ടും നമ്മളെ ബോഡിയിൽ എന്ത് ചെയ്യുന്നു, നമുക്ക് എപ്പിലെപ്സി ഉണ്ടാവുന്ന കണ്ടീഷൻ ആണെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് പറയേണ്ടത് ഇൻഹിബിറ്ററി സിനാപ്സ് ആൻഡ് ഗാബ, ഇവർ രണ്ടുപേർക്കും എന്താണ് നമ്മളെ ബോഡിയിൽ ഉപയോഗം എന്നാണ്. ഈ ഇൻഹിബിറ്ററി സിനാപ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ കണക്റ്റഡ് ബിറ്റ്വീൻ ന്യൂറോൺസ്. രണ്ട് ന്യൂറോൺസുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്, ഇൻഹിബിറ്ററി സിനാപ്സസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. സോ നമ്മുടെ റെഗുലർ ആക്ടിവിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ഇൻഹിബിറ്ററി സിനാപ്സ് ആണ്. രണ്ട് ന്യൂറോൺസ് നമ്മൾ കണക്ട് ചെയ്യുന്നതും അതിന്റെ ആക്ടിവിറ്റി നടത്തുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഇൻഹിബിറ്ററി സിനാപ്സ് എന്ന് പറഞ്ഞാൽ. ഇനി ന്യൂറോ ട്രാൻസ്മിറ്റർ ഗാബ, അത് ഗാമ അബിനോ ബ്യൂട്ടാറിക് ആസിഡ് എന്ത് ചെയ്യുന്നു, ഈ ഇൻഹിബിറ്ററി സിനാപ്സിൽ ഒരു കളി കളിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ന്യൂറോൺസിന്റെ ഒക്കെ ഫയറിംഗ് അപ്പം ഉണ്ടാവുമല്ലോ, അതുപോലെ ഇങ്ങനെ ഈ അബ്നോർമൽ ആക്ടിവിറ്റി ഒക്കെ വരുമ്പോൾ നമ്മളെ കാം ഡൗൺ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്, ഗാബ എന്ന് പറഞ്ഞല്ലോ. അപ്പം മനസ്സിലായില്ലേ, അത് ഇൻഹിബിറ്ററി സിനാപ്സിനെ കാം ഡൗൺ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഗാബ എന്ന് പറഞ്ഞാൽ. ഈ നെക്സ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് സെക്കൻഡറി എപ്പിലെപ്സി എന്നാണ്. സോ സെക്കൻഡറി എപ്പിലെപ്സി കോസ് ആവാനുള്ള കാരണം എന്തെങ്കിലും അണ്ടർലൈൻ കണ്ടീഷനോ ഒരു ഇഞ്ചറിയോ ഒക്കെ ആയിരിക്കും. മിക്കവാറും പ്രൈമറി ന്യൂറോളജിക്കൽ ഡിസോർഡർ കാരണം നമുക്ക് ഉണ്ടാവുന്ന സാധനമാണ് സെക്കൻഡറി എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ. സോ ബേസിക്കലി ഈ ഒരു സെക്കൻഡറി എപ്പിലെപ്സി എന്ന് പറയുന്നത് ലോസ് ഓഫ് ഇൻഹിബിറ്ററി സർക്യൂട്ട്, അതായത് നമ്മുടെ എന്തെങ്കിലും ഒരു അബ്നോർമൽ സിങ്ക്രണൈസേഷൻ ഉണ്ടാവുക ന്യൂറോൺസിൽ, എന്തെങ്കിലും ഒരു അണ്ടർലൈൻ കോസ് കാരണം ഉണ്ടാവുകയും നമുക്ക് ഫർദർലി സീച്ചർ ഉണ്ടാവുകയും അങ്ങനെ എപ്പിലെപ്സിയിലേക്ക് ലീഡ് ചെയ്യാണ് സെക്കൻഡറി എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ഇത്രയും കണ്ടീഷൻസ് കാരണമാണ് നമുക്ക് എപ്പിലെപ്സി ഉണ്ടാവുന്നു എന്നുള്ളതാണ്. സോ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ പറഞ്ഞെങ്കിൽ കാർഡിയക് സിങ്കോപ്പ്, അരിത്തീമിയ, പിന്നെ വാസോ വാഗൽ, നോൺ കാർഡിയക് സിങ്കോപ്പ്, പിന്നെ ബ്രീത്തിങ് പ്രോബ്ലം കാരണം, പിന്നെ സ്ലീപ്പിംഗ് ഡിസോർഡർ, മൂവ്മെന്റ് ഡിസോർഡർ, മെറ്റബോളിക് ഡിസോർഡർ, മൈഗ്രെയിൻ, ലോസ് ഓഫ് ബവൽ അല്ലെങ്കിൽ ബ്ലാഡർ കൺട്രോൾ ഒക്കെ നഷ്ടപ്പെട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസിന് അണ്ടറിലാണ്. അങ്ങനെ നമുക്ക് എപ്പിലെപ്സി ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. സോ ഇത്രയും സിംറ്റംസ് നോക്കിയിട്ടാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. സോ ഫാർമക്കോളജിക്കൽ ഉണ്ട്, ബെൻസോഡൈസെപ്പിൻ, ബാർബിറ്റുറേറ്റ്സ്, ഹെഡൻഡോയിൻസ്, അതൊക്കെയാണ് നമ്മൾ ഓൾറെഡി പഠിച്ച ക്ലാസിഫിക്കേഷൻസും കാര്യങ്ങളും തന്നെയാണ്. സോ നോൺ ഫാർമക്കോളജിക്കൽ മാനേജ്മെന്റ് ഉണ്ട്, ബേസിക്കലി ഡിപ്രഷൻ, സ്ട്രെസ്, സ്ലീപ്പിംഗ് ഡിസോർഡർ ഒക്കെ ഉണ്ടെങ്കിൽ അത് കാരണമാകുന്ന ബന്ധപ്പെട്ട കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. അത് മാക്സിമം എന്ത് ചെയ്യുക, എന്താണ് നമ്മുടെ പ്രോബ്ലം അത് നമ്മൾ ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് റിസോൾവ് ചെയ്യുക. ഒരു ഡയറ്റ് പ്ലാന് കൊണ്ടുവരിക, ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ പറയുന്ന ഒരു ഡയറ്റ് പ്ലാന്, ഒരു റെഗുലർ എക്സസൈസ്, പിന്നെ കഫീൻ, ആൽക്കഹോൾ, നിക്കോട്ടിൻ ഒന്നും കഴിക്കാതിരിക്കുക. പിന്നെ ബ്രെയിൻ ഡിസോർഡർ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യുക. മെഡിക്കേഷൻ, ഫിസിക്കൽ എക്സസൈസ് ചെയ്യുക. പിന്നെ ഹെർബൽ നാച്ചുറൽ മെഡിസിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതായത് അലോപ്പതിക്കാണ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് എപ്പോഴും സന്തോഷമായിരിക്കാനും ചിരിക്കാനും സാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് എപ്പിലെപ്സിയിൽ ചെയ്യുക. ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ്, പഠിക്കാതെ പോകരുത്, ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ് എന്നുള്ളതാണ് കേട്ടോ. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഡയബറ്റീസ് ആണ്. എന്താ ഡയബറ്റീസ്? ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് മെറ്റബോളിക് ഡിസോർഡർ ആണ് അല്ലേ. കോമൺ ഫീച്ചർ എന്താണ്? ഹൈപ്പർഗ്ലൈസീമിയ തന്നെയാണ്. സോ ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ബോഡിയിൽ പ്രോപ്പറായിട്ട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ആവാതിരിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ട് ഇൻസുലിൻ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഡയബറ്റീസ് എപ്പോഴും പോകുന്നത് അല്ലേ. അത് മാത്രമല്ല, ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ ഡയബറ്റീസ് തന്നെ ഒരു അണ്ടർലൈൻ കോസ് ആയിട്ട് മറ്റുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇപ്പം നമ്മുടെ കണ്ണടിച്ചു പോവുക, നെർവ്, പിന്നെ ചെവി, അങ്ങനെയൊക്കെ ബ്ലഡ് വെസൽസിന് ഡാമേജ് ഉണ്ടാകുക,
ഇല്ലാതാക്കുക. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഇമ്പാക്റ്റ് ആയിട്ട് നമുക്ക് ഡയബറ്റീസ് വരാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം പാങ്ക്രിയാസ് എന്ന് പറയുന്നത്, പാങ്ക്രിയാസുമായിട്ട് ഡയബറ്റീസിന് ഒരുപാട് ബന്ധമുണ്ട്. കാരണം പാങ്ക്രിയാസിൽ നിന്നാണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ സ്പെഷ്യലൈസ്ഡ് സെൽസുകളുണ്ട്. അതിൽ 4 ടൈപ്പ് സെൽസ് ആണുള്ളത്. സോ ബീറ്റ, ആൽഫ, ഗാമ ആൻഡ് PP സെൽസ് ആണ്. സോ ബീറ്റ സെൽസ് ആണെങ്കിൽ ഇൻസുലിൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. അവിടെയാണ് ഗ്ലൂക്കോസിന്റെ യൂട്ടിലൈസേഷൻ നടക്കുകയും ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കുകയും ചെയ്യുന്നത്. ആൽഫ സെൽസ് ഉണ്ട്, ഗ്ലൂക്കോജൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഗ്ലൂക്കോജിയോനിയോലൈസിസ് ഉണ്ടാവുകയാണ് ചെയ്യുക. സോ ഇവിടെ സ്റ്റിമുലേറ്റ് ഗ്ലൂക്കോനിയോജിയോലൈസ് ഇൻ ലിവറിൽ ഉണ്ടാക്കുകയാണ് ചെയ്യുക ആൻഡ് ഇൻക്രീസ് ബ്ലഡ് ഷുഗർ. ഇനി ഗാമ സെൽസ് ആണ്. സോ ഗാമ സെൽസ് എന്താണ് സെക്രറ്റ് സൊമാറ്റോസ്റ്റാറ്റിൻസ് ആണ് ഉണ്ടാക്കുന്നത്. സോ ഇൻസുലിനെയും ഗ്ലൂക്കോജൻ റിലീസിനെയും സപ്രസ് ചെയ്യുന്ന ആരാണ്? ഗാമ സെൽസ് ആണ്. സോ നെക്സ്റ്റ് വൺ ഇസ് PP സെൽസ്, പാങ്ക്രിയാറ്റിക് പോളിപെപ്റ്റൈഡ് സെൽസ് ആണ്. സോ PP സെൽസ് എന്താണ്? പാങ്ക്രിയാറ്റിക് പോളിപെപ്റ്റൈഡ്സ് ആണ്. സോ അവിടെയാണ് സെവറൽ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ എഫക്റ്റുകൾ ഉണ്ടാവുന്നതും പിന്നെ ഗ്യാസ്ട്രിക്കും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ എൻസൈംസും ഒക്കെ എന്താണ് റെഗുലേറ്റ് ചെയ്യുന്നതും സ്റ്റിമുലേറ്റ് ചെയ്യുന്നതും ഒക്കെ ആരാണ്? ഈ PP സെൽസ് ആണ് കേട്ടോ. സോ ഇത്രയുമാണ്. സോ നമുക്ക് ബേസിക്കലി നമുക്ക് നോക്കേണ്ടത് ബീറ്റ സെൽസ് ആണ് മേജറിൽ നിങ്ങൾ നോക്കി വെച്ചിരിക്കേണ്ടത് കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് അറിയാനുള്ള കാര്യങ്ങൾ തന്നെയാണ്. സോ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നമുക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. ഒരു ഫാസ്റ്റിംഗ് പ്ലാസ്മ ഗ്ലൂക്കോസ് ആണെങ്കിൽ 126 milligram per deciliter equal to less than, and random ആണെങ്കിൽ 200 milligram per deciliter, and 2-hour plasma ആണെങ്കിൽ equal to or less than 200 milligram per deciliter ആണ്. സോ ഡ്യൂറിങ് ആൻ ഓറൽ ഗ്ലൂക്കോ ടോളറൻറ്റ് ടെസ്റ്റ്, സോ OGTT ചെയ്യുന്ന സമയത്ത് വിത്ത് എ ലോഡിംഗ് ഡോസ് 75 gram നോക്കുവാണെങ്കിൽ 2-hour plasma concentration less than or equal to 200 mg ആയിരിക്കണം. എ ഗ്ലൈസീലഡ് ഹീമോഗ്ലോബിൻ HbA1c ആണെന്നുണ്ടെങ്കിൽ ഈക്വൽ ടു ലെസ് ദാൻ 6.5% ആയിരിക്കണം. സോ ബേസിക്കലി ഇതിൽ ഫാസ്റ്റിങ്ങും റാൻഡമിനും നോക്കി വെക്കുക, അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഡയബറ്റീസ് മെൽറ്റസ് പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ബേസിക്കലി ടൈപ്പ് 1 ടൈപ്പ് 2 ആണുള്ളത്, എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ്. സോ ഫസ്റ്റ് വൺ ഈസ് ടൈപ്പ് 1 ഡയബറ്റീസ് ആണ്, ഒരു ഓട്ടോ ഇമ്യൂൺ ഡിസീസ് ആണ്. സോ ക്യാരക്ടറൈസ്ഡ് ബൈ പാങ്ക്രിയാറ്റിക് ബീറ്റാ സെൽ ഡിസ്ട്രക്ഷൻ തന്നെയാണ്. ആൻഡ് അബ്സല്യൂട്ട് ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ. എന്താണ്? അബ്സല്യൂട്ട് ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ ആണ്. ഇറ്റ് അക്കൗണ്ട്സ് ഓഫ് അപ്രോക്സിമേറ്റ്ലി 5 to 10% ഓഫ് ഓൾ കേസ്. 5 to 10% ആണ്. മറന്നു പോകുന്ന ടൈപ്പ് 1 ആണ്, ഓട്ടോമിൻ ഡിസീസ് ആണ്, പാങ്ക്രിയാറ്റിക് ബീറ്റ സെൽ ഡിസ്ട്രക്ഷൻ ആണ്. സോ ഇൻസുലിൻ ഉണ്ടാകുന്നില്ല. ടൈപ്പ് 2 എന്താണ്? കമ്പൈൻഡ് ഓഫ് പെരിഫറൽ റെസിസ്റ്റൻസ് ടു ഇൻസുലിൻ ആക്ഷൻ ആൻഡ് ഇനാഡിക്വേറ്റ് സെക്രട്ടറി റെസ്പോൺസ് ബൈ പാങ്ക്രിയാറ്റിക് ബീറ്റ സെൽസ്. നമ്മളെ ബോഡിയിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്, നമ്മളെ ബോഡി സഫീഷ്യൻ്റ്ലി അത് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്രോക്സിമേറ്റ്ലി 90 to 95% ഓഫ് ഡയബറ്റിക് പേഷ്യൻസ് ആണ് ടൈപ്പ് 2-ലുള്ളത് കേട്ടോ. സോ ഏറ്റവും കൂടുതലുള്ളത് ടൈപ്പ് 2-ലാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇനി ടൈപ്പ് 1 ഡയബറ്റീസും ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെയും കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ വായിച്ചാൽ മതി. അത് ടൈപ്പ് 1 കുട്ടികളിലും ടൈപ്പ് 2 ഓൾഡർ ആയിട്ടുള്ള ഏജുള്ള ആൾക്കാരിലുമാണ് ഏറ്റവും കൂടുതൽ കാണുക എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ടൈപ്പ് 1 ഐൽസോഫിൻ്റെ ഡിസ്ട്രക്ഷൻസ് ആണ്. സോ ടൈപ്പ് 2 ആണെങ്കിൽ പ്രോപ്പർലി ഇപ്പോൾ ജനറ്റിക് ഫാക്ടേഴ്സ്, എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സ് ഒക്കെ ആണ് എന്ന് പറയുന്ന കുറച്ച് പോയിന്റ്സ് ആണ്, നിങ്ങൾ വായിച്ചാൽ മാത്രം മതിയായിരിക്കും. സോ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ നമുക്ക് അറിയുന്നത് എങ്ങനെയാണ്? ഒന്നെങ്കിൽ ഭയങ്കരമായിട്ട് വിശപ്പ് തോന്നുക, ഭയങ്കര ദാഹം തോന്നുക, എപ്പോഴും യൂറിനേറ്റം തോന്നുക, വെയിറ്റ് ലോസ് ഉണ്ടാവുക, നമുക്ക് കാഴ്ച പ്രോപ്പറായിട്ട് ഉണ്ടാവാണ്ടിരിക്കുക, കൈയൊക്കെ നമ്പാവുക, വിറച്ചുകൊണ്ടിരിക്കുക, ഡ്രൈ സ്കിൻ വരിക, ബ്ലഡ് വെസൽസ് ഒബ്സ്ട്രക്ഷൻസ് വരിക, കാർഡിയാക് ഡിസീസ് വരിക, സ്ലോ ഹീലിംഗ് വൂൺസ്, അത് തന്നെയാണ് മേജറായിട്ട് കാണുന്നത്. പിന്നെ നമുക്ക് ഫാർമക്കോളജിക്കൽ മാനേജ്മെന്റ്, ഇൻസുലിൻ എടുക്കുക, പിന്നെ ഓറൽ ഗ്ലൈസമിക് ഡ്രഗ്സ് എടുക്കുക എന്നുള്ളതാണ്. സോ ഇൻസുലിൻ തന്നെയുണ്ട്, ലോങ് ആക്ടിങ്, ഇന്റർമീഡിയറ്റ് ആക്ടിങ്, ഷോർട്ട് ആക്ടിങ് ഉണ്ട്. സോ അതിൻ്റെ എക്സാമ്പിൾസ് നോക്കുക. സോ ഇത് നമ്മുടെ ഓറൽ ഡ്രഗ്സുകളുടെയും കുറച്ച് എക്സാമ്പിൾസും കാര്യമാണ്. സോ ഇൻസുലിൻ റെസിസ്റ്റൻറ്റ് ഓവർകം ചെയ്യുന്നതും പിന്നെ മിസ്സലിനസ് ഡ്രഗ്സുകളും കാര്യങ്ങളുമാണ്. സോ ഇതും ജസ്റ്റ് നോക്കി വെക്കുക. ഞാൻ എപ്പോഴും പറയുന്നു, ഡ്രഗ്സ് ഒന്നും വലിയ ഇമ്പോർട്ടൻസ് അല്ല, അത്രയും കൊടുക്കേണ്ട ആവശ്യമില്ല. സോ നോൺ ഫാർമക്കോളജിക്കൽ മാനേജ്മെന്റ് എല്ലാവർക്കും അറിയാം. ഹാബിറ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റം വരുത്തുക, വണ്ണം കുറയ്ക്കുക. പിന്നെ എന്താണ് ഡയബറ്റിക് എപ്പിഡമിക് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അതിൽ നമുക്ക് വെയിറ്റും ഡയബറ്റീസും ഒക്കെ തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്, ലൈഫ് സ്റ്റൈൽ ഡിസീസ് തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റുക. പിന്നെ ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ എപ്പോഴും ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ അതുമാത്രമല്ല റെഗുലർ എക്സസൈസ് ചെയ്യുക, നമ്മുടെ BMR പ്രോസസ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ
ചെയ്ത ഡോക്ടേഴ്സിനൊക്കെ റെഗുലർലി വിസിറ്റ് ചെയ്യുക, ഹോം റെമഡീസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതൊക്കെ നിങ്ങൾ മാക്സിമം വായിക്കാൻ ശ്രമിക്കുക. ഹൈപ്പർ ടെൻഷൻ ആണ്, ഓൾറെഡി ഹൈപ്പർ ടെൻഷൻ നമ്മുടെ ക്ലാസ്സിൽ ഫാർമക്കോളജി പഠിച്ചതാണ്. സോ സിസ്റ്റോളിക് ഡയസ്റ്റോളിക് നമുക്കറിയാം. ഞാൻ അപ്പോഴും പറഞ്ഞു പല ബുക്കുകളിലും പല റേഞ്ചിലായിരിക്കും വരണ്ടാവാന്ന് പറഞ്ഞു. ഇവിടെ 110 to 140, 60 to 80 ആണ് സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്കും മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ ഹൈപ്പർ ടെൻഷൻ അറിയാമല്ലോ, പ്രൈമറി ആൻഡ് സെക്കൻഡറി. ഇത് പ്രൈമറി മീൻസ് എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷനും സെക്കൻഡറി സിസ്റ്റമിക് ഹൈപ്പർ ടെൻഷനും ആണ്. സോ പ്രൈമറി ഹക്കിനി എറ്റിയോപാത്തോജനസ് നോക്കാം. അതിൽ പ്രൈമറി ഹൈപ്പർ ടെൻഷൻ ആണ്. സോ നോർമലി കോമൺ ആയിട്ട് കാണുന്ന ഒരു ഹൈപ്പർ ടെൻഷൻ ആണ്. ഇത് ഉണ്ടാവാനുള്ള കാരണം ഇൻക്രീസ്ഡ് പെരിഫറൽ റെസിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിരിക്കാം. അങ്ങനെ അണ്ടർലൈൻ ഡിസീസോ കാര്യങ്ങളോ കാരണം വരുന്നൊരു കണ്ടീഷൻ അല്ല എന്ത് പ്രൈമറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെ ആഫ്റ്റർ ദ ലോങ് ടേം അത് നമുക്ക് പ്രിക്കോഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ലൈക്ക് കുറേ നാൾ ഉണ്ടെങ്കിൽ അതൊരു വാസ്കുലർ ഡാമേജും അല്ലെങ്കിൽ സ്മോൾ ബ്ലഡ് വെസൽ ഡാമേജും സെറിബ്രൽ ഹെമറേജും റെക്ടൽ ഹെമറേജും റെക്ടൽ ഫെയില്യൂർ ഒക്കെ ഉണ്ടാവാറുണ്ട്. സോ ബേസിക്കലി നമുക്ക് ഡിഫറൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാനേ ഉള്ളൂ, അല്ലെങ്കിൽ ക്യൂറോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളതാണ്. 100 Hg to 250 mmHg വേരീസ് ആയിക്കൊണ്ടിരിക്കുക. സോ പ്രൈമറി പറഞ്ഞു എക്സ്റ്റൽ ഫാക്ടേഴ്സ് പെരിഫറൽ റെസിസ്റ്റൻസോ കാരണം ഉണ്ടാകുന്നൊരു കണ്ടീഷൻ ആണ് കേട്ടോ. വണ്ടി സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ ആണ്. നമുക്ക് അണ്ടർലൈൻ കോസ് കാരണം വേറെ അസുഖങ്ങൾ ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം ഉണ്ടാവുന്ന അസുഖം തന്നെയാണ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. സോ ഇത് ക്യൂർ ചെയ്യാൻ പറ്റും. നമുക്ക് എന്താണോ ഹൈപ്പർ ടെൻഷന് കാരണമായത്, കാര്യം വേറെ അസുഖം കാരണമല്ലേ വരിക, അപ്പൊ ആ അസുഖം മാറുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഹൈപ്പർ ടെൻഷൻ നമുക്ക് ക്യൂർ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. സോ ബേസിക്കലി എക്സാമ്പിൾ കാർഡിയോവാസ്കുലർ ഹൈപ്പർ ടെൻഷൻ ഒക്കെ ഏട്രൽ ബ്ലോക്കേജ് കാരണം വരാം, അല്ലെങ്കിൽ റീനൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, നമുക്ക് റീനൽ ആർട്ടറിയിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് കാരണം നമുക്ക് ഹൈപ്പർ ടെൻഷൻ വരാം, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഹൈപ്പർ ആക്ടിവിറ്റി എൻഡോക്രൈൻ ഗ്ലാൻസിന്റെ ഒരു ഹൈപ്പർ ആക്ടിവിറ്റി കാരണം എൻഡോക്രൈൻ ഹൈപ്പർ ടെൻഷൻ വരാം. സോ അതുകൊണ്ട് തന്നെ വേറെ ഏതെങ്കിലും കാരണത്താൽ നമുക്ക് ഹൈപ്പർ ടെൻഷൻ വരുന്ന ഒരു രീതിയാണ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ. ഇനി ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ആണ് റീനൽ ഫെയിലിയർ കാരണം, പിന്നെ മയോകാർഡിയൽ ഇൻഫെക്ഷൻ, അരിത്തീമിയ, പിന്നെ സെറിബ്രോ വാസ്കുലർ ആക്സിഡന്റ്, റെക്ടൽ ഹെമറേജ്, ലെഫ്റ്റ് വെൻട്രിക്കുലർ ഫെയിലിയർ, പിന്നെ ഷോർട്ട്നെസ് ഓഫ് ബ്രീത്തിങ്, നോസ് ബ്ലീഡിങ് ഒക്കെ ഇതിന്റെ ഒരു കാരണം തന്നെയാണ്. സോ നമുക്ക് ബേസിക്കലി ഇത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഹൈപ്പർ ടെൻഷൻ അതിന്റെ കോസ് ഇവിടെ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഫാർമക്കോളജിക്കൽ മാനേജ്മെന്റ് നിങ്ങൾക്ക് അറിയാം, കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്, വാസോഡൈലേറ്റേഴ്സ്, ഡയൂററ്റിക് ACE ഇൻഹിബിറ്റേഴ്സ് ഒക്കെ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ്. നോൺ ഫാർമക്കോളജിക്കൽ മാനേജ്മെന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഉറങ്ങുന്നത്, കിടക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള റെഗുലർ ആക്ടിവിറ്റീസ് നമ്മളൊരു പ്രോപ്പർ സ്റ്റെബിലൈസ്ഡ് ഷെഡ്യൂൾ ടൈം ടേബിൾ വെക്കുക, എക്സസൈസ് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യുക, മെഡിറ്റേഷൻ, പ്രോപ്പർ ഡയറ്റ്, നാച്ചുറൽ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെയുള്ള ബേസിക് കാര്യങ്ങൾ ചെയ്താൽ മതിയായിരിക്കും. ഇങ്ങനെ ഓടിച്ചു പോകുന്ന കാര്യം നമുക്ക് ഓൾറെഡി ഇതൊക്കെ നമുക്ക് അറിയാമെന്നുള്ള നമ്മൾ പഠിച്ച കാര്യങ്ങളായിട്ടാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ഹെപ്പറ്റൈറ്റിസ് ആണ്. സോ ഇൻഫ്ലമേഷൻ ഓഫ് ലിവർ തന്നെയാണ് കേട്ടോ. ഒരുപാട് ഫാക്ടേഴ്സ് വരാം. ഒന്നെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ വരെ കാരണമാകാം, കൂടുതലും വൈറലാണ് കാണുന്നത്. പിന്നെ ആൽക്കഹോളിക് കൺസപ്ഷൻ, ഓട്ടോ ഇമ്യൂൺ ഡിസോർഡർ ഒക്കെയാണ്. ദ ഫസ്റ്റ് വൺ ഈസ് ഹെപ്പറ്റൈറ്റിസ് A ആണ്. സോ ബേസിക്കലി കണ്ടാമിനേറ്റ് ഫുഡ്, വാട്ടർ കാരണമാണ്. ഫെറ്റീഗ്, നൗസിയ, വോമിറ്റിംഗ്, ജോണ്ടിസ് ഒക്കെയാണ് കോമൺലി കാണുന്ന സിംറ്റംസ്. നമുക്ക് ഒരാഴ്ചത്തെ ട്രീറ്റ്മെന്റ് കൊണ്ടൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും കേട്ടോ. സോ ഹെപ്പറ്റൈറ്റിസ് B and C ആണ്. ബ്ലഡും ബോഡിലി ഫ്ലൂയിഡ്സ് വഴിയിട്ടാണ് പോവുക കേട്ടോ. ക്രോണിക് ഇൻഫെക്ഷൻ, സിറോസിസ്, ലിവർ ക്യാൻസർ ഒക്കെ ആണ് അതിന്റെ ഒരു ക്രോണിക് ആയ കണ്ടീഷനിലേക്ക് പോവുക കേട്ടോ. സോ നമുക്ക് ബേസിക്കലി ഈ ഒരു ടൈപ്പ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് അസിംറ്റമാറ്റിക് ആയിരിക്കും. കുറെ നാളത്തേക്കൊന്നും അങ്ങനെ സിംറ്റംസോ കാര്യങ്ങളോ കാണില്ല. ഇതുപോലെ വലിയ ക്രോണിക് കണ്ടീഷൻസുകൾ കുറെ ആൾ ക്രോണിക്കായി ഇരുന്നിട്ട് അങ്ങനെ ഒരു കണ്ടീഷൻ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാം, ഓക്കെ എനിക്കിത് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. സോ ഇൻഫെക്ഷൻ ഫർദർലി ലിവറിന് ഡാമേജ് ചെയ്ത് ഫുള്ളി അടിച്ചു പോകുമ്പോൾ നമ്മൾ അറിയുള്ളൂ കേട്ടോ. സോ ഹെപ്പറ്റൈറ്റിസ് C എന്തായിരുന്നു, ബ്ലഡും ബോഡിലി ഫ്ലൂയിഡ്സും ആണ്. സോ ലീഡ്സ് ടു ഇൻഫെക്ഷൻ, സിറോസിസ്, ലിവർ ക്യാൻസർ ഒക്കെയാണ്. സോ ടൈപ്പ് 1 ഞാൻ പറഞ്ഞു കണ്ടാമിനേറ്റ് ഫുഡാണ്. ജോണ്ടിസ്, വോമിറ്റിംഗ് ഒക്കെ തന്നെയാണ്. സോ ഹെപ്പറ്റൈറ്റിസ് D ഉണ്ട്, റെയർലി ആണ് ഉണ്ടാവുന്ന, എല്ലാ ആൾക്കാരിലും ഉണ്ടാവില്ല. സോ ബേസിക്കലി എന്താണ് ഈ ഹെപ്പറ്റൈറ്റിസ് B ഉള്ള ആൾക്കാരിലാണ് D ഏറ്റവും കൂടുതൽ കാണുക കേട്ടോ. സോ ലിവർ ഡാമേജ്, സിറോസിസ് ഒക്കെയാണ് നോർമലി ഹെപ്പറ്റൈറ്റിസ് Dയിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇനി എത്തിയോപാത്തോജനസ് നോക്കാം. ഹെപ്പറ്റൈറ്റിസ് A നോക്കാം. ഹെപ്പറ്റൈറ്റിസ് A വൈറസ് എന്ന് വെച്ചാൽ എന്താണ്, നോൺ എൻവലപ്ഡ് RNA വൈറസ് ആണ്. പ്രൈമർലി ട്രാൻസ്മിറ്റഡ് ത്രൂ ഫീക്കൽ ഓറൽ റൂട്ട് ആണ്. സോ ബേസിക്കലി കണ്ടാമിനേറ്റ് ഫുഡ്, വാട്ടർ വഴിയൊക്കെ തന്നെയാണ് ഹെപ്പറ്റൈറ്റിസ് A വരിക കേട്ടോ. സോ ഇതാണ് നോൺ എൻവലപ്ഡ് RNA വൈറസ് ആണ്, മറന്നു പോകണ്ട കേട്ടോ. സോ ഹെപ്പറ്റൈറ്റിസ് B ഉണ്ട്, അത് ഡബിൾ സ്ട്രാൻഡ് DNA വൈറസ് ആണ്. സോ ഇങ്ങനെ എന്താണ് ഈ ഒരു വൈറസിന്റെ ഒന്നും അങ്ങനെ ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. സോ
ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി എങ്ങനെയാണ് എന്നുള്ളത്. സോ ബേസിക്കലി എന്താണ് HBV enters liver cells and use it on reverse transcriptase enzyme to create a DNA copy of its GNO. സോ ഈ HBV വൈറസ് എന്ത് ചെയ്യും, നമ്മളെ ലിവറിലേക്ക് പോവുകയും അതിൻ്റെ തന്നെ ഓൺ കോപ്പി ഉണ്ടാക്കുകയും ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെയാണ് ഫർദർലി ട്രാൻസ്മിഷനൊക്കെ നടക്കുന്നത്. സോ DNA ക്യാൻ ദെൻ ഇൻറ്റഗ്രേറ്റ് ഇൻ ടു ഹോസ്റ്റ് സെൽ DNA ലീഡിങ് ടു ക്രോണിക് ഇൻഫെക്ഷൻ. പിന്നെ നമ്മളെ ബോഡിയിലേക്ക് വന്നതിന് ശേഷം ഹോസ്റ്റിന് അസുഖം ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഹെപ്പറ്റൈറ്റിസ് ബി ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വൺ ഇസ് ഹെപ്പറ്റൈറ്റിസ് സി ആണ്. സോ ഹെപ്പറ്റൈറ്റിസ് സി എന്താണ്, സിംഗിൾ സ്ട്രാൻഡ് RNA വൈറസ് ആണ്. ഓൾസോ ട്രാൻസ്മിറ്റ് ത്രൂ ബ്ലഡി ആൻഡ് ബോഡിലി ഫ്ലൂയിഡ്സ്. സോ ബ്ലഡ് വഴിയിട്ടും ബോഡിലി ഫ്ലൂയിഡ്സ് വഴിയിട്ടാണ് പോകുന്നത്. സോ ഇവിടെയും റെപ്ലിക്കേഷൻ തന്നെയാണ്, നമ്മുടെ ഹോസ്റ്റലിൽ റെപ്ലിക്കേഷൻ തന്നെയാണ്. HBV അല്ലെങ്കിൽ HCV ഒക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഹെപ്പറ്റൈറ്റിസ് എ വെച്ചാൽ ലിവറിൽ ഇൻഫ്ലമേഷൻ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഇനി ഹെപ്പറ്റൈറ്റിസ് ഡി ആണെങ്കിൽ ആ ഹെപ്പറ്റൈറ്റിസ് ഡി വൈറസ് വളരെ കുഞ്ഞ് വൈറസ് ആണ്. എൻവലപ്ഡ് RNA വൈറസ് ആണ്. റെപ്ലിക്കേറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് HBV. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, ഹെപ്പറ്റൈറ്റിസ് ഡി അങ്ങനെ എപ്പോഴും കാണില്ല, ഹെപ്പറ്റൈറ്റിസ് ബിന്റെ കൂടെയാണ് കാണുക. അതൊരു ഓപ്പർച്യൂണിറ്റിക്ക് ആയിട്ട് കൊടുക്കുന്നതാണ്. സോ ഈ എറ്റിയോപാത്തോജനസ് ഇത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ഏത് ടൈപ്പ് വൈറസ് ആണ് എങ്ങനെയാണെന്നൊന്നും അവർ ചോദിക്കാനൊന്നും പോകുന്നില്ല എന്നുള്ളതാണ്. സോ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ജോണ്ടിസ്, വെയിറ്റ് ലോസ്, ലെതർജി, ഹൈപ്പോറെക്സിയ, അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ, MSS, ആൻഡറീനൽ ഇൻസഫിഷ്യൻസി, അസൈറ്റ്സ് ഒക്കെയാണ് നോർമലി വരിക. ഇങ്ങനെയുള്ളൊരു സിംറ്റംസ് കാണിക്കുമ്പോൾ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ആണ് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എൻ്റെ ഹെപ്പാറ്റോ എൻസെഫലോപ്പതി ഒക്കെയാണ് എക്സാമ്പിൾസ് വരുന്നത് കേട്ടോ. സോ ഫാർമക്കോളജിക്കൽ മാനേജ്മെന്റ് ബേസിക്കലി നമുക്ക് വാക്സിൻസ് അവൈലബിൾ ആണ്. പിന്നെ വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് വൈറൽ ഡ്രഗ്സ് എടുക്കുക. വാക്സിൻസ് പ്രിവെന്റബിൾ ആണല്ലോ, പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ നമുക്ക് ഡ്രഗ്സ് എടുക്കേണ്ടി വരും. ഇന്റർഫ്രോൺ ആൽഫ, ലാമിവുഡിൻ, ടെൽബിവുഡിൻ ഒക്കെയാണ് എക്സാമ്പിൾ. പിന്നെ റിബാവറിൻ, ബെക്കോപെവറിൻ ഒക്കെയാണ് എക്സാമ്പിൾ. നോൺ ഫാർമക്കോളജിക്കൽ മാനേജ്മെന്റ് ഹൈജീൻ പ്രാക്ടീസ് ചെയ്യുക എന്ന് തന്നെയാണ്. പിന്നെ അൺപ്രൊട്ടക്റ്റഡ് സെക്സ് ഉണ്ടാവാണ്ടിരിക്കുക, ഷെയറിങ് ഓഫ് നീഡിൽസ് ഒക്കെ ഒരു പ്രശ്നം തന്നെയാണ് എന്നുള്ളതാണ് കേട്ടോ. സോ ഇത്രയുമാണ് ഡിസീസുകൾ വരുന്നത്. ഞാൻ എപ്പോഴും പറയുന്നു, ഈ ഡിസീസുകളൊക്കെ ഫാർമക്കോളജി നമ്മൾ ഒരുപാട് അവിടെ ഇവിടെയൊക്കെ പഠിച്ചതാണ്. അപ്പം ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഇവിടെ വരുമ്പോൾ ആ ഒരു ക്ലിനിക്കൽ മാനേജ്മെന്റ് മാത്രമേ നിങ്ങൾ പഠിക്കാവൂ കേട്ടോ. അപ്പം നെക്സ്റ്റ് ആണ്. Bye.